ഹലോ ഗൈസ്, ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം മാനവീയം വീതിയിലാണ് കേട്ടോ. അപ്പോൾ നൈറ്റ് ലൈഫ് ആസ്വദിക്കാനും തെരുവ് നാടകങ്ങളും കലാമേളകളും ഒക്കെ നടത്താനായി 2001 കേരള സർക്കാർ മാനവീയം വീതി നമുക്ക് സമ്മാനിച്ചു. ഇന്നിവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ. ഹാപ്പി ട്രിവാൻഡ്രം. യങ് ഇന്ത്യൻസും ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും കൂടെ ചേർന്ന് നടത്തുന്ന ഈ പ്രോഗ്രാമിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാവരും സ്ക്രീൻ ടൈം കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അതൊക്കെ മാറ്റിവെച്ച് പബ്ലിക് സ്പേസിലെ ആക്ടിവിറ്റീസ് എൻജോയ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഈവനിങ് 6:30 കേട്ടോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഈവനിങ് ആയപ്പോൾ തന്നെ ഒരുപാട് പേര് പ്രോഗ്രാം കാണാൻ വന്നിരുന്നു. SK ഹോസ്പിറ്റൽ നടത്തിയ ഒരു ഫ്ലാഷ് മോബോട് കൂടിയാണ് പ്രോഗ്രാം ആരംഭിച്ചത്. മുൻപും ഹാപ്പി ട്രിവാൻഡ്രം നമ്മുടെ മാനവീയത്തിൽ നടന്നിട്ടുണ്ട്. എല്ലാ തവണയും ഓരോ ഒബ്ജക്റ്റീവായിട്ടാണ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഇത്തവണ ഓർഗൻ ഡൊണേഷൻ്റെ ഇമ്പോർട്ടൻസ് ആയിരുന്നു നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരുടെ അടുത്ത് വിനീതമായ അഭ്യർത്ഥനമുണ്ട്. Please take the organ donation pledge. It is very simple and it's a beautiful step. Thank you, and Young Indians, thanks a lot for wholeheartedly coming forward and collaborating on this. Looking forward to see good numbers from your side today. Thank you everyone. ഒരുപാട് പ്രോഗ്രാംസ് എനിക്കിവിടെ കാണാൻ പറ്റി. കുഞ്ഞു മക്കളുടെ ഒരു അടിപൊളി നാടകം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ അതുപോലെ സബ് കളക്ടറും MLA ഒക്കെ ഈ പ്രോഗ്രാമിനുണ്ടായിരുന്നു. പ്രോഗ്രാംസ് മാത്രമല്ല കേട്ടോ, ഇതുപോലെയുള്ള ഫേസ് ആർട്ടുകളും അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗെയിംസും ഇവിടെ ഉണ്ടായിരുന്നു. ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ഇവിടെ വന്ന് ഈ മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇതുവരെ കളിച്ചിട്ടില്ലാത്ത ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗെയിംസാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കിഡിലം വൈബാണ് ഗൈസ്, കിഡിലം വൈബാണ്. നല്ല രസമാണ്. കാരണം ഒരു സൈഡിൽ കംപ്ലീറ്റ് ഗെയിംസും കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രോഗ്രാംസ് ബാക്ക് സൈഡിൽ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്, ഗെയിംസ് ഉണ്ട്. അതുപോലെ നമുക്ക് അത്യാവശ്യം ജ്യൂസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പ്രത്യേകം അതിനൊരു കൗണ്ടർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ബാരിക്കേഡ് വെച്ച് 2 സൈഡും അടച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വണ്ടികളൊന്നും വരില്ല. നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ല വൈബാണ്. ഇവിടെ ഒരുപാട് ആൾക്കാരും വരുന്നുണ്ട്. അവർ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. മൊബൈൽ ഫോണെല്ലാം മാറ്റി വെച്ചിട്ട് അവരവരുടേതായ ലോകത്താണ്. നിങ്ങൾ കണ്ടില്ലേ, കുറേ പേര് ഗെയിംസൊക്കെ കളിക്കുന്നുണ്ട്. സോ നല്ലൊരു മൊമെൻ്റാണ് കേട്ടോ. അപ്പോൾ ഹാപ്പി ട്രിവാൻഡ്രം എന്തുകൊണ്ടും നല്ലൊരു പ്രോഗ്രാം തന്നെയാണ്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ്. ഓർഗൻ ഡൊണേഷൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലാഷ് മോബാണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്ക് ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാം. അതിലൂടെ ഗവൺമെൻറ് ഈ പ്രോഗ്രാമിലേക്ക് അംഗത്വം നേടാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പെർഫോമൻസ്, ഓരോ പിള്ളേരുടെ പെർഫോമൻസ്, പിന്നെ ക്ലബ് FM വഴി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അവർക്ക് ഇവിടെ ഒരു ചാൻസ് കിട്ടി പെർഫോം ചെയ്യാൻ, അങ്ങനെ വന്ന ആൾക്കാരുണ്ട്. കുഞ്ഞു കുട്ടികളുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഒരു നാടകം, ഒരു ലെങ്തി ആയിട്ടുള്ളൊരു നാടകം, ഏകദേശം ഒരു 50 മിനിറ്റ്സോളമാണ് അവർ പെർഫോം ചെയ്തതെന്ന് ആലോചിക്കണം. 50 മിനിറ്റോളം അവർ നിന്ന് നാടകം ചെയ്തു എന്നുള്ളതാണ്. അത് ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് ഇട്ടിട്ടാണ് അവർ ചെയ്തത്. പക്ഷെ എന്നാലും ഓരോ കുട്ടികൾ അഭിനയിക്കുന്ന കാണുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നും. കാരണം എന്ന് പറഞ്ഞാൽ അവർ ഈ ലിപ്സിങ് ഉണ്ടല്ലോ, അവർ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഓഡിയോ ഇട്ടിട്ടാണ് അവർ ചെയ്യുന്നതെങ്കിലും ആ ലിപ്സിങ് ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയങ്കരം കറക്റ്റായിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ അങ്ങനെ 55 മിനിറ്റാണ് കേട്ടോ അവർ നിന്ന് ചെയ്തത്. അത് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ നല്ല നല്ല ഡാൻസ് പെർഫോമൻസ് കാണാൻ പറ്റി. പിന്നെ ഇവിടെ ഓവറോൾ ഒരു നൈറ്റ് വൈബ് എന്ന് പറയുന്ന ഒരു ഡിഫറെൻ്റ് ഒരു സംഭവമാണ്. കാരണം ഡേ പോലെയല്ല, നൈറ്റ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ മോഡ് തന്നെ അങ്ങ് മാറും.
സോ അപ്പോൾ ഇനി ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോഴത്തേക്ക് എന്തായാലും നിങ്ങളും ഇതുപോലെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കാം. ഇനി ഹാപ്പി ട്രിവാൻഡ്രം മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മുന്നേ ഓർഗനൈസ് ചെയ്ത സമയത്ത് അത് ഫെബ്രുവരി മാസത്തിലായിരുന്നു. പക്ഷേ എനിക്ക് വരാൻ പറ്റിയില്ല, ഞാൻ വന്ന് എനിക്കതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇത്തവണ ഞാൻ വന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ടാണ് ഓരോ ഗെയിംസ് കളിക്കുന്നതും ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും ഒക്കെ. ഈ പ്രോഗ്രാമിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് തന്നെ അതാണ്. കൂടുതൽ പബ്ലിക് സ്പേസിലെ ആക്ടിവിറ്റീസിലോട്ട് എൻഗേജ് ചെയ്യിപ്പിക്കുക, സ്ക്രീൻ ടൈം മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ്. അത് കവർ ചെയ്യാനായിട്ട് എന്തായാലും ഈ പ്രോഗ്രാമിന് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അടിപൊളിയായിരുന്നു. ക്ലബ് ഓഫ് വിമിൻ്റെ ഒരു ഭാഗമാക്കി പറ്റിയതിൽ വളരെ സന്തോഷം. അതുപോലെ തന്നെ ഇവിടെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം കിട്ടിയതിലും വളരെ സന്തോഷം. ഞാൻ ഡാൻസ് കണ്ടായിരുന്നു, നന്നായിട്ട് പെർഫോം ചെയ്തു. താങ്ക് യു. ഞാനും മകനുമായിട്ടാണ് ഡാൻസ് ചെയ്തത്. തൃശ്ശൂരിൽ നിന്ന് വന്ന അല്ലല്ല, സ്ഥലം എവിടെയാ? ട്രിവാൻഡ്രം തന്നെയാണ്. വെള്ളനാടാണ്. വെള്ളനാടാണ്. എഫും നമ്മുടെ വൈശാഖിന്റെ ഫാനാണ് നമ്മള്. ഓക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മാനവീയം നൈറ്റ് ലൈഫ് വേറൊരു ഫീല് തന്നെയാണ്. ഗവൺമെൻറ് എന്തായാലും അടുത്തൊരു നൈറ്റ് ലൈഫ് പദ്ധതിയുടെ പ്ലാനിങ്ങിലുമാണ് കേട്ടോ. ഈ ഒരു സ്പേസ് നമുക്ക് നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. ഞാനും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. നിങ്ങളും വന്ന് ഈ സ്പേസ് എൻജോയ് ചെയ്യുക കേട്ടോ. എന്തായാലും വെറുതെ ഇവിടെ വന്നിരിക്കാനും ഒരു ചായ കുടിക്കാനും ഒക്കെ നല്ല രസമാണ്. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീഡിയോ കാണുന്ന പല ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഞാൻ അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മാക്സിമം വീഡിയോ നന്നാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവരും ഇങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ലൈവായിട്ടുള്ളൊരു ബാൻഡ് പെർഫോമൻസ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്തു, പക്ഷേ ബാൻഡ് പെർഫോമൻസ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. ബാക്കി എല്ലാ പ്രോഗ്രാമും നന്നായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഡാൻസ് കാണാൻ പറ്റി. അതുപോലെ SK ഹോസ്പിറ്റൽ അവർ ചെയ്ത കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. കുട്ടികളുടെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഹൈ അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി. അതുപോലെ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതും എൻജോയ് ചെയ്യാൻ പറ്റി. ബാൻഡ് പെർഫോമൻസ് മാത്രം കാണാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ അതൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ സ്ഥിരം കടയുണ്ട്, അവിടെ പോയി ഒരു ലൈമൊക്കെ കുടിച്ചു, ഒന്ന് സെറ്റായി. അത്യാവശ്യം ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ഹാപ്പി ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിങ്. കാരണം പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ ലൈവായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാവരും ഭയങ്കര ഇഷ്ടത്തോടു കൂടിയിട്ടാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഗെയിംസിലായിരുന്നാലും എല്ലാവരും ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ടാണ് അത് കളിക്കുന്നതൊക്കെ. അപ്പോൾ ഭയങ്കര രസമാണ് അത് കാണാനായിട്ട്. അപ്പോൾ ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം വരാം, കാണാം. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.